നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വ്യാഴാഴ്ച രാത്രിയിൽ പെയ്ത അപ്രതീക്ഷിത കനത്ത മഴ കർഷകരെ വലച്ചു. മിക്ക നെൽവയലുകളിലും വെള്ളം കയറി. വേനലിനെ പ്രതിരോധിക്കാൻ പുഴയിലെയും കനാലുകളിലെയും ചെക്ക് ഡാമുകൾ ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയാതിരുന്നത് വിനയായി. താഴ്ന്ന പ്രദേശങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറി. അപ്രതീക്ഷിതമായ മഴയിൽ വട്ടനാത്ര ഞെള്ളൂർ റോഡ് വെള്ളക്കെട്ടിലായി. വട്ടനാത്ര കല്ലൂർ തോട്ടിൽ നിന്നുള്ള വെള്ളം പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടന്നു. പുഞ്ചപ്പാടത്തെ നെൽകർഷകർക്ക് ആശ്വാസ പദ്ധതിയുമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 25ഓളം കർഷകർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിട ബ്ലോക്ക് നിർമ്മാണത്തിന് ഒരുങ്ങുന്നു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വാസുപുരം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി കൊടിയേറ്റം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അപ്രതീക്ഷിതമായി പെയ്ത മഴ കർഷകരെ വലച്ചു. മുരിയാട് കോന്തിപുലം കോൾപ്പാടത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് കോന്തിപുലം KLDC കനാലിൽ നിർമ്മിച്ച താൽക്കാലിക ബണ്ട് ജലസേചന അധികൃതർ പൊളിച്ചു നീക്കി. നെടുമ്പാൾ കോന്തിപുലം കോൾ നിലങ്ങളിൽ വെള്ളം ഉയർന്നതോടെ ഞാറു നട്ടതെല്ലാം വെള്ളത്തിലായി. ചിലത് ഒലിച്ചുപോയ സ്ഥിതിയിലായി. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ കുത്തിയൊലിച്ച വെള്ളം കോന്തിപുലം കനാലിലെ താൽക്കാലിക ബണ്ടിൽ തടഞ്ഞു നിൽക്കുകയായിരുന്നു. ഇതോടെയാണ് മുരിയാട് കോന്തിപുലം കോൾ നിലങ്ങളിൽ വെള്ളം ഉയർന്നത്. ഇതിനിടെ കുറുമാലിപ്പുഴയിലെ മാഞ്ഞാംകുഴി റെഗുലേറ്ററിൽ ഉയർന്ന നിരപ്പിൽ വെള്ളം സംഭരിച്ചിരുന്നത് തുറന്നു വിടാതിരുന്നതും വിനയായി. ഇതോടെ കർഷകർ പ്രതിഷേധവുമായി എത്തിയതോടെ മാഞ്ഞാംകുഴിയിലും ഭാഗികമായി വെള്ളം തുറന്ന് ജലനിരപ്പ് കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടായി. കോന്തിപുലം കനാലിൽ സ്ഥിരം തടയണ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും യാഥാർത്ഥ്യമായില്ല. ഈ സംഭവത്തോടെ സ്ഥിരം തടയണ ഉടൻ വേണമെന്ന നിലപാടിലാണ് കർഷകരും പ്രദേശവാസികളും. പുഞ്ചപ്പാടത്തെ നെൽകർഷകർക്ക് ആശ്വാസ പദ്ധതിയുമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ കർഷകർക്ക് പുഞ്ചപ്പാടത്തേക്ക് ട്രാക്ടറോ കൊയ്ത്തുയന്ത്രമോ ഇറങ്ങി ഉഴാനും നെല്ല് കൊയ്തുകൊണ്ടു പോകുന്നതിനും വലിയ പ്രയാസമായിരുന്നു. ഈ പ്രദേശത്തെ കുട്ടിപ്പാലത്തിന് വീതി കൂട്ടി വാഹനം പാടത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യവും റോഡ് കോൺക്രീറ്റും ചെയ്തു. തടയണ പുനരുദ്ധരിച്ചു. ഈ പാടത്ത് കൃഷി ചെയ്യുന്ന 25ഓളം കർഷകർക്ക് ആശ്വാസമായി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടെസി വിൽസൺ, പോൾസൺ, വാർഡംഗം VK വിനീഷ്, കൊടകര ബ്ലോക്ക് AE രോഹിത് മേനോൻ, BDO നിഖിൽ എന്നിവർ പ്രസംഗിച്ചു. അപ്രതീക്ഷിതമായ മഴയിൽ വട്ടനാത്ര ഞെള്ളൂർ റോഡ് വെള്ളക്കെട്ടിലായി. വട്ടനാത്ര കല്ലൂർ തോട്ടിൽ നിന്നുള്ള വെള്ളം പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടന്നു. വെള്ളം ശേഖരിക്കാനായി മൂർക്കനാട്ട് കുഴിച്ചിറ ഷട്ടർ അടച്ചിട്ടിരുന്നു. വ്യാഴാഴ്ച രാത്രി മഴയും കൂടി പെയ്തതോടെ പ്രദേശത്ത് ആകമാനം വെള്ളം കയറി. വേനൽക്കാലത്തെ ജലദൗർലഭ്യത ഇല്ലാതാക്കാനാണ് മൂർക്കനാട്ട് കുഴി ഷട്ടറിൽ വെള്ളം സംഭരിക്കുന്നത്. തോടിനു കുറുകെ ഷട്ടറിട്ട് ജലം തടഞ്ഞു നിർത്തിയാണ് സംഭരണം. വെള്ളത്തിന്റെ കുത്തൊഴുക്ക് വന്നപ്പോൾ സംഭരിക്കുന്ന ഭാഗത്തെ വെള്ളം പ്രദേശത്ത് വ്യാപിക്കുകയായിരുന്നു. ശോച്യാവസ്ഥയിലായിരുന്ന വട്ടനാത്ര ഞെള്ളൂർ റോഡ് വെള്ളം കയറിയതോടെ കൂടുതൽ തകർച്ചയിലായി. കവുങ്ങ്, തെങ്ങ്, വാഴ, ജാതി തോട്ടങ്ങളിൽ വെള്ളം കയറിയത് കർഷകരെയും ആശങ്കയിലാക്കി. അധികൃതരെ വിവരം അറിയിച്ചതോടെ മണിക്കൂറുകൾക്കകം തന്നെ ഷട്ടർ തുറന്നുവിട്ട് പരിഹാരമുണ്ടാക്കി. വ്യാഴാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ പുതുക്കാട് ഉഴിഞ്ഞാൽ പാടത്ത് വെള്ളം കയറി. കുറുമാലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നതിനാൽ പാടത്തു നിന്നും വെള്ളം ഇറങ്ങിപ്പോകാത്ത സ്ഥിതിയാണ്. 100 ഏക്കർ നെൽകൃഷി വെള്ളത്തിലായതോടെ കർഷകർ ആശങ്കയിലാണ്. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. മാഞ്ഞാംകുഴി റെഗുലേറ്ററിലെ ഷട്ടറുകൾ ഉയർത്തി കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ത്തിയാൽ മാത്രമാണ് വെള്ളം ഒഴുകിപ്പോവുകയുള്ളൂവെന്ന് കർഷകർ പറഞ്ഞു. ഇതിനായി അധികൃതർ ശക്തമായി ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. താൽക്കാലികമായി മോട്ടോർ പ്രവർത്തിപ്പിച്ചാണ് പാടത്തു നിന്നും വെള്ളം പമ്പ് ചെയ്ത് കളയുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വെള്ളം പൂർണ്ണമായും പമ്പ് ചെയ്ത് കളയാൻ ദിവസങ്ങളോളം എടുക്കുമെന്നും അത് കൃഷിനാശത്തിനിടയാക്കുമെന്നും കർഷകർ പറഞ്ഞു. ഗ്രൂപ്പ് ഫാമിംഗ് സമിതി രജിസ്ട്രേഷൻ നമ്പർ 964/90 ഇന്നലത്തെ ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ കതിര് വന്ന നെല്ല് വെള്ളത്തിന്റെ അടിയിലായി. മാനാങ്കുഴി ഷട്ടർ തുറക്കുകയാണെങ്കിൽ ഈ കൃഷിയെ മുഴുവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും അല്പസ്വല്പം രക്ഷിക്കാൻ പറ്റും.
തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിട ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, സലീഷ് ചെമ്പാറ, കപിൽ രാജ്, ഹനിത ഷാജു, സ്കൂൾ പ്രധാനാധ്യാപിക L ജസീമ എന്നിവർ പ്രസംഗിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 95 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. ക്ലാസ് മുറികളും സ്റ്റേജ്, ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെടുന്ന ബ്ലോക്കിനാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ചെങ്ങാലൂർ GLP സ്കൂളിന്റെ വാർഷികവും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന വിമല സെബാസ്റ്റ്യൻ, TV ലില്ലി എന്നീ അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനു ജോജു എൻഡോമെന്റ് വിതരണം നടത്തി. പ്രധാന അധ്യാപകൻ MV തോമസ്, പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് സജീവൻ കോമത്തുകാട്ടിൽ, TV ഗീത, രാജു തളിയപ്പറമ്പിൽ, ജോൺസി അമൽജൻ, ലിൻസി ജോജു, TK രശ്മി, KJ ലോല, ജാക്നൽ ജിക്സൺ എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിൻ്റെ വാർഷിക പൊതുയോഗവും അതുപോലെ തന്നെ രക്ഷാകർതൃ ദിനവും വലിയ ഒരു രീതിയിൽ നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു സ്കൂളിൻ്റെ വാർഷിക പൊതുയോഗം അത് വളരെ നല്ല രീതിയിൽ ആനിവേഴ്സറി ആഘോഷിക്കാൻ ഈ കണ്ട കാലം അത്രയും നമ്മുടെ പുസ്തകങ്ങൾക്കിടയിൽ അധ്യാപകരുടെ പഞ്ചായത്ത് വളരെ കാര്യക്ഷമമായി ഇടപെടുന്നു. അധ്യാപകരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു മികവാർന്ന PTA നമുക്കുണ്ട്. സ്കൂൾ വികസനത്തിന് വേണ്ടി കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കും. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സരിത രാജേഷ് അധ്യക്ഷയായിരുന്നു. സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ ജീവനക്കാരി തങ്കമണിക്ക് യാത്രയയപ്പ് നൽകി. 2022-23 അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയവർക്കുള്ള എൻഡോമെന്റ് ചടങ്ങിൽ സമ്മാനിച്ചു. ജനപ്രതിനിധികളായ സോമസുന്ദരൻ, സതി സുധീർ, ഷാജു കാളിയങ്കര എന്നിവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സർക്കാർ വിദ്യാലയങ്ങളുടെ HMOമാർ, പ്രിൻസിപ്പൽമാർ, PTA പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ. നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളുടെ സ്ഥിതി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. സ്കൂളുകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ 124ാമത് വാർഷിക സമ്മേളനം ചെങ്ങാലൂർ വരന്തരപ്പള്ളി CJM MHSSൽ 86ാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA ആദരിക്കൽ നടത്തി. ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷനായി. സിനിമാ താരം നിത പ്രോമി വിശിഷ്ടാതിഥിയായി. ഫാദർ ജോയ് അടമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. വിരമിക്കുന്ന പ്രിൻസിപ്പൽ ജാൻസി ആന്റണി പാനിക്കുളം, അധ്യാപകരായ ബീന കുര്യാക്കോസ്, AA ആനി, മിനി ഫ്രാൻസിസ് തെക്കത്ത് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ, സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, പ്രധാന അധ്യാപകൻ ജോഫി C മഞ്ഞളി, B ലിംസി ലാസർ, VA ഷാജു, KJ സെബി, PC ജോയ് മുത്തിപ്പീടിക, ജിൻസി ബിജു, ജോയ് പൂവത്തുകാരൻ, അനി പോൾ, ജെലിബ്സ് പോൾ, IA ഗ്രേസി, ആൽഫ്രഡ് ആന്റണി, K ലിജു ജോസ് എന്നിവർ പ്രസംഗിച്ചു. ആഹ്ലാദത്തോടെയുമാണ് നമ്മുടെ സ്കൂളിന്റെ 86ാമത് വാർഷിക സമ്മേളനത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. നേരത്തെ വിശദമായി നമ്മുടെ വ്യത്യസ്ത വിഭാഗങ്ങൾ റിപ്പോർട്ടുകളിലൂടെ അവതരിപ്പിച്ചപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി കാണും. അസംഷൻ സ്കൂള് തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഹൈസ്കൂളാണ്. ഹയർ സെക്കൻഡറി നമ്മുടെ ഈ സ്കൂള് അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിൻ്റെ തന്നെ അഭിമാനമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തൃശ്ശൂർ അതിരൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം 100% വിജയമായിരുന്നു, 100%. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം.
മുൻ കൃഷിമന്ത്രിയും KPCC വൈസ് പ്രസിഡന്റുമായിരുന്ന PP ജോർജ് മാസ്റ്ററുടെ 16ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്ററിൽ നടത്തിയ അനുസ്മരണ യോഗം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ സെബി കുടിയൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA MK പോൾസൺ, DCC ഭാരവാഹികളായ K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, PP ചന്ദ്രൻ, ആന്റണി കുറ്റുകാരൻ, സോമൻ മുത്രത്തിക്കര, രഞ്ജിത്ത് കൈപ്പള്ളി, TS രാജു, ജിമ്മി മഞ്ഞളി, ശ്രീകുമാർ, KV കല്യാണി എന്നിവർ പ്രസംഗിച്ചു. അതുമായി ജോർജ് മാസ്റ്ററെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ജോർജ് മാഷുമായി ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എല്ലാം കൂടിയിരിക്കുന്നത്. അവസാനം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി, പാർട്ടിയെ ശക്തിപ്പെടുത്തി, എല്ലാ രംഗത്തും എല്ലാവർക്കും പ്രബലമായി നിന്ന് പ്രവർത്തിച്ച മഹാവ്യക്തിയാണ്. പാർട്ടിക്കൊപ്പം നിന്നുള്ള നേതാവാണ്. പാർട്ടി പ്രസിഡന്റിനായിട്ട് 2006 കാലഘട്ടത്തിൽ അന്ന് ഈ പാർട്ടിയോടൊപ്പം അദ്ദേഹത്തെ ഏറ്റവും അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകരായി, ദീർഘവീക്ഷണമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകരായി, അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനത്തിലൂടെ മാതൃകാപരമായ പൊതുപ്രവർത്തകൻ എന്നുള്ള ഖ്യാതി നേടിയ ശ്രീ ജോർജ് മാസ്റ്റർ. വാസുപുരം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി കൊടികയറ്റം നിർവഹിച്ചു. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷങ്ങൾ. ശനിയാഴ്ച രാവിലെ 8-ന് ഫാദർ ലിൻഡോ തളിയാനത്തിന്റെ കാർമ്മികത്വത്തിൽ പ്രസുതേന്തി വാഴ്ച, വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് രൂപം എഴുന്നള്ളിച്ചുവെക്കൽ. അമ്പെഴുന്നള്ളിപ്പ് രാത്രി 10:30-ന് അമ്പുപ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും. ഞായറാഴ്ച രാവിലെ 10-നുള്ള തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോസഫ് മാളിയേക്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ റോബി കളത്തിൽ സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 4-ന് ഇടവക വൈദികരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം. രാത്രി 7:30-ന് KCYM നേതൃത്വത്തിൽ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. തൈക്കാട്ടുശ്ശേരി പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ പൗലോശ്ലീഹായുടെയും കുരുക്കഴിക്കുന്ന മാതാവിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ റോയ് വേളാക്കൊമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ സ്റ്റാൾസൺ കള്ളിക്കാടൻ, ജനറൽ കൺവീനർ പോൾസൺ കാഞ്ഞിരത്തിങ്കൽ, ഫെനിൽ മുത്തിപ്പീടിക, ലിയോ അക്കര, ഡിൻസൺ ചിറക്കക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 13, 14, 15 തീയതികളിലാണ് തിരുനാൾ. ജനുവരി 21-ന് 8-ാം ഇടം. മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഓഫറുകളുമായി ഹോം എക്സ്പ്രസിന്റെ വെള്ളിക്കുളങ്ങര 3 മുറി ബ്രാഞ്ചുകളിൽ നടക്കുന്ന മെഗാ മില്യൺ 5 ഡേയ്സ് സൂപ്പർ സെയിൽ 2ാം ദിനത്തിലേക്ക്. ഉപഭോക്താക്കൾക്കായുള്ള ഹോം എക്സ്പ്രസിന്റെ ന്യൂ ഇയർ സമ്മാനമാണ് മെഗാ മില്യൺ 5 ഡേയ്സ് സൂപ്പർ സെയിൽ. നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ്. സബോള, ഉരുളക്കിഴങ്ങ് 1 കിലോ 19 രൂപ, പയർ, പച്ചക്കായ എന്നിവ 29 രൂപ, നേന്ത്രപ്പഴം 33 രൂപ, ചെറിയുള്ളി 45 രൂപ, കുറുവ അരി 35 രൂപ, പഞ്ചസാര കിലോ 39 രൂപ, ചെറുപയർ 99 രൂപ, കടല 79 രൂപ, വൻപയർ 89 രൂപ, തുവരപ്പരിപ്പ് കിലോയ്ക്ക് 132 രൂപ, ഗ്രീൻ പീസ് 109 രൂപ, ഉഴുന്നുപരിപ്പ് 126 രൂപ തുടങ്ങിയ എല്ലാവിധ ഐറ്റംസും മുൻപെങ്ങുമില്ലാത്ത വിലക്കുറവിൽ. ഓഫറുകൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ. ഹൗസ് ഹോൾഡ് ഐറ്റംസിന് 60% വരെ വിലക്കുറവ്. ഓഫർ ടൈം രാവിലെ 11 മുതൽ രാത്രി 9 വരെ. ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. വൈകുന്നേരം 4 മുതൽ വൈകിട്ട് 9 വരെ കുട്ടികൾക്കായി കിഡ്സ് പാർക്കും പ്രവർത്തിക്കുന്നതാണ്. ഫോൺ 8848528770 8891476241. കൊടകര ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതി രൂപവൽക്കരണത്തിന്റെ ഭാഗമായി വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, വനിതകൾ എന്നിവർക്കായി പ്രത്യേക ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോയ് നെല്ലിശ്ശേരി, സ്വപ്ന സത്യൻ, അംഗങ്ങളായ ഷിനി ജെയ്സൺ, ബിജി ഡേവിസ്, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രാജേശ്വരി, ICDP സൂപ്പർവൈസർ വിനീത എന്നിവർ പ്രസംഗിച്ചു. ഭാഗമായി വയോജനങ്ങളുടെ പദ്ധതികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ, വനിതകളുടെ വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ ഇരിക്കുന്നുണ്ട്. കല്ലൂർ സെന്റ് റാഫേൽ പള്ളിയുടെ ഇടവക ദിനവും നവവൈദികൻ ഫാദർ അൽജോ കുന്നനുള്ള സ്വീകരണവും നൽകി. തൃശൂർ കൽദായ മെത്രാൻ മറൌഗിൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷനായി.
ഫാദർ ജിസ് തുണ്ടത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഡെന്നി, പഞ്ചായത്ത് അംഗം ഗിഫ്റ്റി ഡെയ്സൺ, സിസ്റ്റർ റേസി ജോൺ, ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര കമ്മിറ്റി കൺവീനർ ജോർജ് ഇടപ്പള്ളി, ഇടവക ട്രസ്റ്റി വിൽസൺ പഴൂങ്കാരൻ എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ കലാനികേതൻ അവതരിപ്പിച്ച മാർഗം കളിയും റംബാൻ പാട്ടും വേദപാഠം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നത്തിന് തുടക്കം. ജ്യോതിഷികളായ കൂറ്റനാട് രാവുണ്ണി പണിക്കർ, എടക്കുളം കണ്ണൻ പണിക്കർ, ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ചയാണ് സമാപനം. രാജ്യത്ത് ശ്രദ്ധേയമായ രീതിയിൽ കേബിൾ ടിവി, ഇന്റർനെറ്റ് മേഖലകളിൽ വളരെ ഉയരത്തിലെത്താൻ കേരള വിഷന് കഴിഞ്ഞെന്ന് KCCL ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു. തൃശൂർ വെട്ടുകാട് നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ബിസിനസ് എന്ന രീതിയിൽ നിന്നും മാറി ദീർഘവീക്ഷണത്തോടെയും നിയന്ത്രണ സംവിധാനങ്ങൾ വഴിയും സൂക്ഷ്മമായ വിശകലനത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കേരള വിഷന് ഇത്രയും വളർച്ച നേടാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CEO മേഖലാ പ്രസിഡന്റ് VK നൈബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CEO മേഖലാ സെക്രട്ടറി MP തോമസ് പ്രവർത്തന റിപ്പോർട്ടും, മേഖലാ ട്രഷറർ ജിയോ ജോൺസൺ സാമ്പത്തിക റിപ്പോർട്ടും, TP ഷിബു ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് അംഗം MR അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേരള വിഷൻ ചെയർമാൻ നാസർ, KCCL ഡയറക്ടർ VP ബിജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ജോസഫ്, സെന്റിനറി ടെലിവിഷൻ ചെയർമാൻ ആൻഡോ വി മാത്യു, സെന്റിനറി MD ബീന ബി മേനോൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. പുതിയ മേഖലാ പ്രസിഡന്റായി MP തോമസിനെയും VK നബിയെ സെക്രട്ടറിയായും, ജിയോ ജോൺസനെ ട്രഷററായും, NL റപ്പായിയെ വൈസ് പ്രസിഡന്റായും, MR അനിൽകുമാറിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കല്ലൂർ പുതുമന ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ ചണ്ഡിക ഹോമം നടത്തും. ശനിയാഴ്ച പുലർച്ചെ മുതൽ ചണ്ഡിക ഹോമവുമായി ബന്ധപ്പെട്ട അനുബന്ധ പൂജകൾ ആരംഭിക്കും. വരുൺ ഭട്ട്, സുബ്രഹ്മണ്യ ശാസ്ത്രി എന്നീ ആചാര്യന്മാരാണ് അനുബന്ധ പൂജകൾ നയിക്കുന്നത്. രാവിലെ 7:30 നവഗ്രഹ പൂജ, 9 മാതൃപൂജ, 11 കുമാരി പൂജ, ഉച്ചതിരിഞ്ഞ് 3 സർവ്വ ഐശ്വര്യ പൂജ, വൈകിട്ട് 6:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. TN പ്രതാപൻ MP, P ബാലചന്ദ്രൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയായാണ് ഹോമം നടത്തുന്നത്. ഈ മാസം 8 മുതൽ 15 വരെയാണ് സപ്താഹം നടക്കുന്നത്. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപിക ദീപ ദേവസി കോയമ്പത്തൂർ കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലാണ് ഡോക്ടറേറ്റ് നേടിയത്. അങ്കമാലി വാതക്കാട് മേനാച്ചേരി ദേവസിയുടെയും റോസിയുടെയും മകളായ ദീപ പുളിയനം അറക്കലാൻ ആൻഡുവിന്റെ ഭാര്യയാണ്. സഹകരണ രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോസഫ് നമ്പാടന്റെ 3ാം ചരമവാർഷിക ദിനമായ ശനിയാഴ്ച ആമ്പല്ലൂരിൽ സ്മരണാഞ്ജലി ഒരുക്കുന്നു. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും മുകുന്ദപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാവിലെ 11 ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ജില്ലാ സഹകരണ ജനാധിപത്യ വേദി ചെയർമാൻ MK അബ്ദുൾ സലാം ഉദ്ഘാടനം നിർവഹിക്കും. ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന തൃക്കൂർ സ്വദേശി ചികിത്സയ്ക്കായി സഹായം തേടുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ താമസിക്കുന്ന പുളിക്കൽ രാജുവാണ് ചികിത്സാ സഹായം തേടുന്നത്. ഭാര്യയും 3 കുട്ടികളുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് രാജു. മറ്റൊരു മാർഗവും ഈ കുടുംബത്തിനില്ല. രാജുവിനെ സഹായിക്കാൻ പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് പ്രസിഡന്റായും, ജിയോ ഫനോക്കാരൻ സെക്രട്ടറിയായും, ഉണ്ണികൃഷ്ണൻ തച്ചനാടൻ ട്രഷററായും ധനസഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. നല്ല മനസ്സുള്ളവരുടെ സഹായം മാത്രമാണ് കുടുംബത്തിന്റെ ആകെയുള്ള പ്രതീക്ഷ. രാജുവിന്റെ പേരിൽ SBI കല്ലൂർ ശാഖയിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 425499970008. IFSC കോഡ് SBIN 007126. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡെന്റൽ ഹൈജീനിസ്റ്റിന്റെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആണ് യോഗ്യത. താല്പര്യമുള്ളവർ അപേക്ഷ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സഹിതം ഈ മാസം 9 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി സൂപ്രണ്ട്, താലൂക്ക് ആശുപത്രി, പുതുക്കാട് PO,
680301 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്ക് വിളിക്കുക 048027511232. കുടുംബശ്രീ ജില്ലാ മിഷന്റെ പരിധിയിലുള്ള പറപ്പൂക്കര CDS അക്കൗണ്ടന്റ് തസ്തികയിൽ താൽക്കാലിക ഒഴിവ്. അപേക്ഷകർ CDS ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുട ബ്ലോക്ക് പ്രദേശത്ത് താമസിക്കുന്ന വ്യക്തിയായിരിക്കണം. കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ അംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആകണം. അംഗീകൃത സർവകലാശാലകളിൽ നിന്നും BCom ബിരുദവും ടാലി യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അക്കൗണ്ടിംഗിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായപരിധി 2023 ഡിസംബർ 31 20-നും 35-നും മധ്യേ. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട CDSകളുടെ ശുപാർശയോടുകൂടി നേരിട്ടോ തപാൽ വഴിയോ ജനുവരി 12 വൈകിട്ട് 5-നകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, സിവിൽ സ്റ്റേഷൻ, 2ാം നില, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഉൾപ്പെടുത്തണം. അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ CDS അക്കൗണ്ടന്റ് അപേക്ഷ എന്ന് രേഖപ്പെടുത്തണം. ഫോൺ നമ്പർ 048723625117. ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 5800 രൂപ, പവന് 46,400 രൂപ. ആമ്പല്ലൂർ മണലി വെള്ളാമ്പറമ്പിൽ പത്മിനി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ സുബ്രനാണ് ഭർത്താവ്. സജിത്, സനിൽ, സരിത എന്നിവർ മക്കളും, മഞ്ജു, ആതിര, ഭോജൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വ്യാഴാഴ്ച രാത്രിയിൽ പെയ്ത അപ്രതീക്ഷിത കനത്ത മഴ കർഷകരെ വലച്ചു. മിക്ക നെൽവയലുകളിലും വെള്ളം കയറി. വേനലിനെ പ്രതിരോധിക്കാൻ പുഴയിലെയും കനാലുകളിലെയും ചെക്ക് ഡാമുകൾ ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയാതിരുന്നത് വിനയായി. താഴ്ന്ന പ്രദേശങ്ങളിലേക്കും കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറി. അപ്രതീക്ഷിതമായ മഴയിൽ വട്ടനാത്ര ഞെള്ളൂർ റോഡ് വെള്ളക്കെട്ടിലായി. വട്ടനാത്ര കല്ലൂർ തോട്ടിൽ നിന്നുള്ള വെള്ളം പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടന്നു. പുഞ്ചപ്പാടത്തെ നെൽകർഷകർക്ക് ആശ്വാസ പദ്ധതിയുമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ 25ഓളം കർഷകർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിട ബ്ലോക്ക് നിർമ്മാണത്തിനൊരുങ്ങുന്നു. KK രാമചന്ദ്രൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വാസുപുരം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി കൊടിയേറ്റം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.